ഇതിപ്പോ ഞങ്ങള് കൊറേ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് ശരിയാവുന്ന വിചാരിക്കുന്നത്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതായത് ഇൻഡോർ സ്റ്റേഡിയം തറക്കല്ല് ഇട്ടു തന്നെ ഉള്ളൂ. പക്ഷെ അതിന്റെ പ്രവർത്തനമൊന്നും വേണ്ട വിധത്തിൽ നടത്തിയിട്ടില്ല. 2011 അല്ല 2021 കോൺഗ്രസ് ഭരണമാണ് കോൺഗ്രസ് ഭരണം ഈ മാത്തൂർ പഞ്ചായത്തിന് കീഴിൽ നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് ഇത് ഉപയോഗിച്ചത്. ഇതുവരെ ശൂന്യമായി കിടക്കുന്നത്. അവിടെ ചെടി നോക്കി കണ്ടിട്ടുണ്ടായിരുന്നല്ല. ഒരു MLA ഈ മണ്ഡലത്തിൽ MLA ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ MLA ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ട് ഉണ്ടായിരുന്നു. മറ്റേ ഇപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പല രീതിയിലും പല തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ശൂന്യമായി കിടക്കുകയല്ലേ ഇതിപ്പോ പ്രവർത്തനം പറഞ്ഞാൽ. ഇന്ത്യ സ്റ്റേഡിയം വന്നിട്ട് ഷാഫിക്ക ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ആ ഉദ്ഘാടനം ചെയ്തു, വർക്കുകൾ പിന്നെ ആ ഒരു കുറച്ച് നാളുകൾ ചെയ്തു. അതുകൊണ്ട് പിന്നെ സംഭരമായി അത്. പിന്നെ പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് തന്നെ ആയിരുന്നു ഇവിടെ 5 കൊല്ലമായിട്ട് ഭരിച്ചിരുന്നു. അപ്പോഴും ഇതേ തന്നെയാണ്. ഇപ്പൊ വന്നിട്ട് അതിന്റെ അവസ്ഥ ഇങ്ങനെ ഈ കാട് കുറിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. വേറെ മാറ്റങ്ങൾ വന്നിട്ടില്ല. MLA പിടിപ്പേട് കൊണ്ടാണ് അത് ഈ വികസനം നടക്കാണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന വികസനങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തുകൾ നടപ്പിലാക്കേണ്ടത്. അത് നടപ്പിലാക്കുന്നതിന് ഒരു പോരായ്മയാണ് ഇത് ഈ സ്റ്റേഡിയത്തിന്റെ ഈ ശോചനാവസ്ഥ. ആ കല്ലിട്ട് പോയോട് ശരിയാണത്. അത് നടപ്പിലാക്കൂല. അത് ഒരു കോമാളിത്തരം വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. 3-4 വർഷമായി. കഴിഞ്ഞ ഷാഫി പറമ്പിലുള്ളപ്പോൾ തറക്കല്ലിട്ട് പോയതാണ്. ഷാഫി പറമ്പിലിന്റെ ഫസ്റ്റത്തെ ഇതിൽ വന്നതാണ്. അതിനുശേഷം ഒന്നും നടന്നില്ല. അന്ന് ചെയ്തു വെച്ചതാണ്. പിന്നെ ഇപ്പൊ ചോദിക്കുമ്പോൾ ഫണ്ടില്ല. അങ്ങനെ പറഞ്ഞ് ആ ഫണ്ടിനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ